ബി.ജെ.പി. നേതാവ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ചേരുന്നു. ഷോൺ, പോപ്പ് ഫ്രാൻസിസ് അദ്ദേഹത്തിന് ലോകം വിട ചൊല്ലുകയാണ്. ഈ നിമിഷത്തിൽ അദ്ദേഹത്തെ എങ്ങനെ അനുസ്മരിക്കുന്നു ഷോൺ? ആഗോള ക്രൈസ്തവ സഭയെ സംബന്ധിച്ച് ഒരു പിതാവിന്റെ വേർപാടാണ് സഭയ്ക്കുള്ളത്. എന്നാൽ പോപ്പ് ഫ്രാൻസിസിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഫ്രാൻസിസ് പാപ്പ ഏറെ ജനകീയ മുഖമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. ലോക സമാധാനത്തിന് വേണ്ടി വലിയ നിലപാടുകൾ സ്വീകരിക്കുകയും കൃത്യമായ ഇടപെടലുകൾ നടത്തുകയും എവിടെയൊക്കെ പീഡിപ്പിക്കപ്പെടുന്ന ജനവിഭാഗങ്ങളുണ്ടോ അവർക്കൊപ്പം നിൽക്കാനും ലോക ശ്രദ്ധ അങ്ങോട്ടേക്ക് എത്തിക്കുവാനും ഒക്കെ വലിയ രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു പരിശ്രമം ഒത്തിരി വലുതായിരുന്നു. വളരെയേറെ ജനകീയ കാഴ്ചപ്പാടുകളും അതുപോലെ തന്നെ ജനങ്ങൾക്കൊപ്പം നിൽക്കാനും ഏറെ ആഗ്രഹിച്ചിരുന്ന അദ്ദേഹത്തിന്റെ മരണത്തിന്റെ തൊട്ടു തലേന്ന് പോലും ആരോഗ്യാവസ്ഥയെ വകവെക്കാതെ ജനങ്ങളെ കാണാൻ അദ്ദേഹം കാണിച്ച ആ ഒരു സാഹചര്യം നമുക്കറിയാം. ഇതിനു മുമ്പ് അദ്ദേഹത്തിന് വളരെ ഗൗരവമായി അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് പോലും നയിക്കപ്പെടുമെന്ന രീതിയിൽ തന്നെ പ്രചരണം വന്നിരുന്നു. എന്നിട്ട് പോലും തിരികെ വന്ന് ജനങ്ങളെ കാണാൻ അദ്ദേഹം കാണിച്ചൊരു മനസ്സ്, അത് ഇന്ന് ക്രൈസ്തവ സഭയെ ഏറെ സന്തോഷിപ്പിക്കുകയും അതുപോലെ തന്നെ വേദനിപ്പിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ പോലും ഒരിക്കലും ഫ്രാൻസിസ് പിതാവുമായി അടുത്ത് ബന്ധമുള്ള വൈദികരും സന്യസ്ത ശ്രേഷ്ഠരും ഒക്കെ പറയുന്നത് അദ്ദേഹം സ്വന്തം കാര്യങ്ങളെ കുറിച്ച് ഒരിക്കലും ബോധേഡായിരുന്ന ഒരാളല്ല. ഏതൊരു ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആഗോള ക്രൈസ്തവ സഭയ്ക്ക് തീരാ നഷ്ടവും അതിനപ്പുറത്തേക്ക് ഒരു വ്യത്യസ്ത കാഴ്ചപ്പാടുള്ള ഒരു പാപ്പായും ഒരു നേതൃത്വത്തെയുമാണ് നഷ്ടപ്പെട്ടത്. ഷോൺ, ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഷോണിന് പോപ്പിനെ നേരിൽ കാണാനുള്ള ഭാഗ്യം സിദ്ധിച്ചത്, അല്ലേ? ഞാനില്ലായിരുന്നു, ഞാൻ ആ ടീമിലില്ലായിരുന്നു. എനിക്കിപ്പോ ഇതുവരെ പിതാവിനെ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായില്ല എന്ന് പറയണം. ഞാൻ അന്ന് പോകാൻ സാധിച്ചില്ലായിരുന്നു.